പ്രിയ കൂട്ടുകാരെ, പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള 7ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാഠം പാരലൽ ലൈൻസ് എന്നുള്ളതാണ്. സമാന്തര വരകൾ. സമാന്തര വരകൾ എന്ന് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സമാന്തര വരകളുടെ നിർവചനം ഇപ്രകാരമാണ്: ലൈൻസ് വിച്ച് കീപ് സെയിം ഡിസ്റ്റൻസ് ആൻഡ് നെവർ മീറ്റ് ഈച്ച് അതർ ആർ പാരലൽ ലൈൻസ്. ഒരേ അകലം പാലിക്കുന്നതും ഒരിക്കലും കൂട്ടിമുട്ടാത്തതുമായ വരകളാണ് സമാന്തര വരകൾ. ചിത്രത്തിൽ ഒരു ജോഡി സമാന്തര വരകൾ നമുക്ക് കാണാം. 3 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള 2 സമാന്തര വരകൾ. സമാന്തര വരകൾ വരയ്ക്കാൻ അഥവാ പാരലൽ ലൈൻസ് വരയ്ക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിലെല്ലാം സ്കെയിലുണ്ട്. ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ സ്കെയിലിൻ്റെ 2 അറ്റങ്ങളിലും ഒരു വര വരച്ചാൽ നമുക്ക് സമാന്തര വരകൾ ലഭിക്കും, പാരലൽ ലൈൻസ്. എന്നാൽ കൃത്യമായി 2 സമാന്തര വരകൾ വരയ്ക്കാൻ, നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് സമാന്തര വരകൾ വരയ്ക്കാൻ ചോദിച്ചാൽ നമുക്ക് ഏവർക്കും അറിയാം, ഈ ഒരു വരയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു സമാന്തര വരയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അത് എപ്രകാരം വരയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഈ കൃത്യമായി സമാന്തരം വരയ്ക്കാനായിട്ട് സാധിക്കും. ഒരു വരയ്ക്ക് സമാന്തരമായി മറ്റൊരു വര വരയ്ക്കാൻ, ഒരു ലൈനിന് പാരലായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടി വളരെ സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ, ഈ വരയ്ക്ക് സമാന്തരമായിട്ടൊരു വര വരയ്ക്കാൻ ആ വരയിൽ സെറ്റ് സ്ക്വയർ കൊണ്ടുവെക്കുക. ഇപ്രകാരം കൃത്യമായി വെക്കുക. എന്നിട്ട് ഇതിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് സ്കെയിൽ ഇതിന് സപ്പോർട്ട് നൽകി ഇതിനോട് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം സ്കെയിൽ അവിടെ ഉറപ്പിച്ച് നിർത്തുക. സ്കെയിലിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ശേഷം ഈ സെറ്റ് സ്ക്വയർ അഥവാ മട്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് നിർത്തുക. സ്കെയിൽ മാറ്റിയതിന് ശേഷം വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സമാന്തര വരകൾ ലഭിക്കും. ഇപ്രകാരം എത്ര നിശ്ചിത ദൂരമുള്ള സമാന്തര വരകൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 2 സമാന്തര വരകൾക്ക് മുറിച്ചുകൊണ്ട് മറ്റൊരു വര പോകുമ്പോൾ വിവിധ കോണുകൾ ഉണ്ടാകുന്നു, വിവിധ ആംഗിൾസ് ഉണ്ടാകുന്നു. അവ എപ്രകാരമാണ് എന്നുള്ളത്. ഈ ചിത്രം ലഭിച്ചത് എപ്രകാരമാണെന്ന് നോക്കിയാൽ, ആദ്യമായിട്ടൊരു പോയിൻ്റ്, നമ്മളിതിനെ ഇത് വന്ന വഴി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, ആദ്യമായി ഒരു പോയിൻ്റ്, ആ പോയിൻ്റിൽ നിന്നും ഒരു ലൈൻ ഫോം ചെയ്തു. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ആദ്യം ഇപ്രകാരം പഠിച്ചതിന് ശേഷം ഒരു കോൺ പഠിച്ചു. ഈ വര നീണ്ടു പോയാൽ ഇതൊരു രേഖീയ ജോഡിയാണെന്ന് പഠിച്ചു. ഇനി ഈ വര അല്പം നീട്ടിയാൽ ഇവിടെ എതിർകോണുകളുടെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവിടെ 1, 2, 3, 4 കോണുകൾ ലഭിച്ചു. ഇനി ഈ വരയ്ക്ക് സമാന്തരമായ ഒരു വര വന്നാൽ അവിടെ 1, 2, 3, 4, 5, 6, 7, 8 ആകെ 8 കോണുകൾ ലഭിക്കും. ആ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2 സമാന്തര വരകളെ മറ്റൊരു വര ഖണ്ഡിക്കുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 കോണുകൾ ലഭിക്കുന്നു. ഈ കോണുകൾക്കെല്ലാം ചില പ്രത്യേകതകളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഈ 8 കോണുകളിൽ ചെറിയ കോണുകളുമുണ്ട്, വലിയ കോണുകളുമുണ്ട്. സ്മോൾ ആംഗിൾസും ലാർജ് ആംഗിൾസും ഉണ്ട്. ചെറിയ കോണുകളുടെ പ്രത്യേകത, ചെറിയ കോണുകളെല്ലാം തുല്യമാണ്. സ്മോൾ ആംഗിൾസ് ആർ ഓഫ് സെയിം മെഷർ. വലിയ കോണുകളുടെ പ്രത്യേകത, അവിടെ ലഭിച്ചിരിക്കുന്ന എല്ലാ വലിയ കോണുകളും സെയിമാണ്. ഇനി വലുതും ചെറുതും ആയ കോണുകൾ തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ചെറിയ കോണും വലിയ കോണും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ലഭിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് രേഖീയ ജോഡി എന്നുള്ളത്. ഇത് ചെറിയ കോണാണ്, ഇത് വലിയ കോണാണ്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ലഭിക്കും. ഇത് ചെറിയ കോണാണ്, ഇതും ചെറിയ കോണാണ്, ഇത് രണ്ടും തുല്യമാണ്.
ഇവിടെ ഒരു വലിയ കോണുണ്ട്, ഇവിടെ ഒരു ചെറിയ കോണുണ്ട്. ഇത് രണ്ടും കൂട്ടിയാൽ 180 ലഭിക്കും. ഇനി ഇപ്രകാരം വരുന്ന കോണുകളിലെ ചില പ്രത്യേകതകൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇവ രണ്ടും ഒരേ സ്ഥാനത്ത് വരുന്നവയാണ്. ഇത് രണ്ടും ചെറിയ കോണുകളാണ്, ഇവ രണ്ടും തുല്യമാണ്. ഈ കോണും ഈ വരയ്ക്കുന്ന കോണും ഒരേ സ്ഥാനത്ത് വരുന്നവയാണ്. ഇത് രണ്ടും വലിയ കോണുകളാണ്, ഇത് രണ്ടും തുല്യമാണ്. ഈ കോണും ഒരേ പ്ലേസിൽ വരുന്നു, അവ രണ്ടും തുല്യമാണ്. ഈ കോണളവും ഒരേ പൊസിഷനിൽ വരുന്നു, ഇവ രണ്ടും തുല്യമാണ്. ഇതൊരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ഈ വരയുടെ ഇടത്ത് സൈഡിലുള്ള ഒരു കോൺ ആ വരയുടെ ഇപ്പുറത്തുള്ള മറുകോണിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ കോണളവും തുല്യമാണ്. ഇവ രണ്ടും ചെറിയ കോണുകളാണ്. ചെറിയ കോണുകൾ പ്രത്യേക ഒരു തരത്തിൽ വരുന്ന ഒരു തരം കോണുകൾ. ഈ കോൺ സ്വാഭാവികമായിട്ടും ഇതിന് തുല്യമായിരിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, ഈ വലിയ കോണും ഈ ചെറിയ കോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ലഭിക്കും. അതുപോലെ തന്നെ ഈ ചെറിയ കോണും ഈ വലിയ കോണും കൂട്ടുമ്പോഴും 180 ലഭിക്കും. ഇത്തരത്തിൽ വിവിധ തരം പ്രത്യേകതകളുള്ള ചിത്രങ്ങൾ നമുക്ക് പുസ്തകത്തിൽ ലഭ്യമാണ്. ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.